ഹലോ ഗെയ്സ്, നമ്മളെ കുറച്ച് സപ്പോർട്ടൻ്റെ തൈകളുണ്ട്. സപ്പോർട്ടൻ്റെ തൈകൾ കഴിഞ്ഞ പ്രാവശ്യം മുളപ്പിച്ചതാണ്. വീട്ടിൽ തന്നെ മുളപ്പിച്ച് വീട്ടിൽ തയ്യായിപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ചെറിയ ഗ്രോബയിലാണ് ഇപ്പം നമ്മൾ നിറച്ചിട്ടുള്ളത്. തൈകൾ ഉണ്ടാക്കേണ്ട ഇനിയിപ്പോൾ അതിൽ നിന്ന് വലിയ ഈ ഗീസയിലോട്ട് മാറ്റണം. ഈ ജാതി ഗ്രോ ബാഗ് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് മാറ്റണം. ബെഡ് ചെയ്യാനുള്ളതാണ്. ഒട്ടോ ബെഡൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇന്നത്തെ വീഡിയോ. അതിനൊക്കെയുള്ള ആവശ്യമുള്ള ചാണകപ്പൊടി മണ്ണുകളൊക്കെ ചേർത്തിട്ടുള്ള മണ്ണാണ്. ഈ ഇത്തളൊക്കെ ഇട്ടിട്ട് കക്ക പൊടിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞ മണ്ണാണ്. അതിന് പറ്റിയ നല്ല വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ ചകിരിച്ചോറൊക്കെ പറ്റും. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം. മുഹമ്മദ് സ്വാഗതമാട്. വീഡിയോ കാണുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതുപോലൊക്കെത്തുള്ള വീഡിയോകൾ, ഇതുപോലൊക്കത്തെ ചെടികളൊക്കെ നല്ല ചെടികൾ ഉണ്ടാക്കാൻ, തൈകൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. വേണ്ട നമ്മളെ കീസകളൊക്കെ മാറ്റി, ആ കീസകൾ മാറ്റിയിട്ട് ആ മണ്ണിങ്ങനെ ഉറച്ച മണ്ണിലിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു കീസിക്ക് നേരെ വെക്കുന്ന അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. ഓക്കെ, കുറേ കൂടി മണ്ണാണ്ട് ചെന്നാലേ ഒന്നും കൂടി ഉഷാറായിപ്പോ തെയ്യുകൾ. ഇപ്പോൾ മണ്ണില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, മണ്ണില്ലാത്ത കുറവ്. അപ്പോൾ ഇതുപോലെയൊക്കെ മണ്ണ് കീസൊന്ന് വാങ്ങുക. കീസിയിലോട്ട് നല്ല ഇളകാതെ മരട് ഇളകാതെ നയിക്കാണ്ട് എടുത്ത് വെക്കുക. എന്നാൽ പിന്നെ എൻ്റെ വേരുകളൊക്കെ ഇല്ലാണ്ട് ഉഷാറാവും. വേണ്ടേ, ഇതുപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ലോണ്ട് കൈ കൊണ്ട് വാരിയിട്ടോ ചട്ടയം കൊണ്ടോ എങ്ങനെ ആയാലും മതി. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇതിൽ വളപ്പൊടി അടക്കം മിക്സ് ആയതുകൊണ്ട് വിത്തുകളൊക്കെ മിക്സുള്ള മണ്ണാണ്. അപ്പോൾ അത് ഈ പെട്ടെന്ന് നല്ല ഗ്രോത്തിൽ വരും. ചിക്കുവിൻ്റെ തെയ്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഇതുപോലെ ഉണ്ടാക്കുക. കണ്ടില്ലേ, വലിയ ഗീസയിലോട്ട് മാറി. അങ്ങനെയുള്ളൊരു പരിപാടികളാണ്. ഫുള്ളായിട്ട് ഫുള്ള് നിങ്ങളിറക്കണമെന്നില്ല, ഒരു 3/4 ഭാഗം എടുത്താൽ മതി. ബാക്കി അങ്ങനെ അവിടെ നിന്നോട്ടെ.
ഇത്രയും കീസുകൾ നമ്മൾ നിറച്ച് വെച്ചാലേ വലിയ കീസിലാക്കി കഴിഞ്ഞാൽ ബെഡ് ചെയ്താലോ പൊട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് നമുക്ക് ഇതിൽ തന്നെ കുറേ വളർന്നു ഇത്ര വലിയ കീസാവും. സൈഡൊക്കെ ഒന്നുണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ഗ്യാപ്പ് കണ്ട് ഇറങ്ങൂല, വളമുള്ള മണ്ണല്ലേ. ഓക്കെ, എല്ലാവരും ഇതുപോലെ ചെയ്യുക. മണ്ണ് കുറേ വേണം. അഞ്ചെണ്ണം നിറച്ചു, ഇനി മണ്ണ് വേണം. മണ്ണെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടോ. എങ്ങനെയുണ്ട്? വലിയ ഗ്രോ ബാഗിലേക്കാണ് മാറ്റി. തൈകളൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണും വളമടക്കം ഇട്ടിട്ടേ ഇനി ഇതിൽ വലുതാവട്ടെ. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് ചില്ലി തീമിൽ? ബനാന സപ്പോർട്ടാണോ അല്ല മറ്റതാണെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ വലുതാക്കി എടുക്കാം. ഇനി വളം ഒഴിച്ചു കൊടുത്താൽ മതി, മേലെ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ചാണകമൊക്കെ കലക്കിയിട്ടേ ചെറുതായിട്ടുള്ള വളമ ഒഴിച്ചു കൊടുക്കുക. അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിലൊക്കെ ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുഹമ്മദ് സ്വാഗതമാണ്. എല്ലാവർക്കും നല്ലത്.